ഞങ്ങളാകട്ടെ എന്താ ചെയ്യുക, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. നമുക്കുള്ള അത്രേ ഉള്ളൂ. നമുക്ക് ഉള്ള ഏക അഭിമാനം ദൈവമാണ്. അപ്പോൾ രഥങ്ങളിലും കുതിരകളിലും അഹങ്കരിക്കുന്ന ഒരു കുതിര പുറത്തുണ്ട്. നമ്മുടെ ഏക അഹങ്കാരം ആരാണ്? നമ്മുടെ അഭിമാനം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് അച്ഛൻ പറഞ്ഞു കേട്ടോ. നമ്മൾ അഭിമാനിക്കുന്നത് ആരിലാണ്? ദൈവത്തിനാണ്. ദൈവമായ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ആദ്യത്തെ കൂട്ടരുടെ വിധി എന്താണ്? രഥങ്ങളിലും കുതിരകളിലും അഹങ്കരിക്കുന്നവർ അവർ തകർന്നു വീഴും. 20-ാം സങ്കീർത്തനമാണ്. അവർ തകർന്നു വീഴും. രഥങ്ങളിലും കുതിരകളിലും ഈ ലോകത്തിൻ്റെ സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ മാത്രം ആശ്രയിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ തകർന്നു വീഴും. നമ്മളോ ദൈവത്തിൽ അഭിമാനിക്കുന്നവർ, ഞങ്ങളാകട്ടെ കർത്താവിൽ നമുക്ക് അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീണാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും. ഒരിക്കലും പ്രിയ മക്കളെ നമ്മുടെ ശിരസ് കുനിഞ്ഞു പോവുകയില്ല. ശിരസ് കുനിഞ്ഞു പോവുകയില്ല. ഈശോ തരുന്ന വലിയൊരു കൃപയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് തമ്പുരാന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഈശോ തരുന്ന വലിയ കൃപ. ഒരിക്കലും നമ്മുടെ ശിരസ് കുനിഞ്ഞു പോവുകയില്ല. ഒരിക്കലും നമ്മുടെ കണ്ണിന്റെ വെട്ടം കെട്ടുപോകത്തില്ല. ഈശോയുടെ കൃപ തരുന്ന വലിയ കൃപയാണ്. നമ്മളെ കണ്ണ് എപ്പോഴും പ്രകാശിക്കും. കരച്ചിലും എൻ്റെ കണ്ണ് പ്രകാശിക്കും. ഈശോയുടെ വലിയ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ ബലി ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഇന്ന് ആദ്യമായിട്ട് വന്നവരൊക്കെ വരാൻ പറഞ്ഞ് 4 പേര് വന്നു. 5 തിരി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവസാനം തിരി ഞാൻ ആദ്യമായിട്ട് വന്നു. ഞാൻ തിരി കത്തിച്ചു. അപ്പോൾ 5ാമത്തെ തിരി എനിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. എവിടെയൊക്കെ തമ്പുരാന്റെ വചനം പറയാൻ, വചനം പ്രഘോഷിക്കാൻ ഒരവസരം കിട്ടും. 5 മിനിറ്റ് മതി. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി സമയം വേണ്ട. കാരണം തമ്പുരാട്ടിടാൻ ഒരൊറ്റ നിമിഷം മതി. തമ്പുരാട്ടിടാൻ ഒറ്റ നിമിഷം മതി. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിങ്ങളെ തൊടും. ഇല്ലെങ്കിൽ കർത്താവിനെ കുറ്റപ്പെടുത്തരുത്, എന്നെ കുറ്റപ്പെടുത്തരുത്, ഒരു ശുശ്രൂഷയെ കുറ്റപ്പെടുത്തരുത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ, വിശ്വസിക്കാതെ ധിക്കാരം തുടർന്നാൽ, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ, ഞാൻ പറയുന്നില്ല, മത്സരം പറഞ്ഞു വെച്ചാൽ ഞാൻ പറയുന്നില്ല. നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മതി. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ മക്കളെ ഈശോ നമ്മളെ എടുത്തു കൊണ്ടുവയ്ക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ശിരസ് കുനിഞ്ഞു പോവുകയില്ല. ഒരിക്കലും നമ്മുടെ കുടുംബങ്ങൾ അന്യം നിന്ന് പോകില്ല. ഒരിക്കലും നമ്മുടെ മക്കൾ വെളിതെറ്റി പോവുകയില്ല. ഒരിക്കലും നമ്മുടെ തലമുറകൾ നഷ്ടമായി പോവുകയില്ല. ഈശോയ്ക്ക് കൊടുക്കുക, ഈശോയെ ആശ്രയിക്കുക. കർത്താവെ, ഞങ്ങൾ ശിരസ് നിൽക്കും. കർത്താവെ, രാജാവിന് വിജയം നൽകണമെങ്കിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണം.